പിന്നെ എല്ലാവർക്കും ഇവിടെ എന്നെ വിളിച്ച് ഈ നമ്മുടെ ആയിര ചേച്ചി ആയിരം ഫാൻസി അല്ലേ ഫാൻസി ഷോപ്പിലെ ചേച്ചി അശ്വതി ചേച്ചി പിന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്ത ചേച്ചിമാർ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല മേക്കപ്പ് ആയിരുന്നു, ഞാൻ പറഞ്ഞാണെന്ന് വെച്ചിട്ട് അടിപൊളി. ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിന് മുന്നേ ഒത്തിരി നന്ദി. താങ്ക് യു. ഇനി മുന്നോട്ടും നിങ്ങൾ തരുന്ന സ്നേഹമാണ് എൻ്റെ ഒരു ഞാൻ നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. ചേച്ചി ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഇന്റർവ്യൂല്ലോ ചേച്ചി പ്രണയത്തെ കുറിച്ച് പറഞ്ഞത് ഭയങ്കരമായിട്ട് ആൾക്കാർ നെഗറ്റീവ് കാണുന്നുണ്ട്. നെഗറ്റീവ് ഉണ്ടോ? ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട് പലരും. അതിനെ കുറിച്ച് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ അല്ലേ? ഉള്ളിൽ എല്ലാവരോടും പ്രണയം വേണം. പ്രണയമാണ് എല്ലാത്തിനും അടിസ്ഥാനം. പ്രണയം എന്ന് പറഞ്ഞാൽ അത്ര ചീച്ചി കാര്യമൊന്നും അല്ലല്ലോ. ഉള്ളിൽ എല്ലാവർക്കും പ്രണയം വേണം അല്ലേ? പ്രണയം ഇപ്പം എന്താ പറയാ നല്ല കാര്യമല്ലേ? അപ്പം നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് ഞാൻ എന്ത് പറയാനാ? അവരവിടെ ഇട്ടുകൊണ്ടിരിക്കും, നമ്മുടെ വഴിക്ക് പോകും. അത്ര എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഇപ്പം ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഒരു അഹങ്കാരി ടാഗ് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നുണ്ട് പലയിടത്തായിട്ട്. എനിക്കറിയില്ല. ബിഗ് ബോസിന് ശേഷം ഞാൻ കുറച്ച് സംസാരത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അഹങ്കാരി ടാസ്ക് അല്ലെ അഹങ്കാരം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തിട്ട് അഹങ്കരിക്കണോ? ഈ ഒരു ലൈഫ് ഒരു ശ്വാസം അങ്ങോട്ടെടുത്ത് തിരിച്ചു വിട്ടാൽ തീരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അഹങ്കരിച്ചിട്ടോ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ അധികം ഹെൽത്ത് ഒന്നും ഇപ്പം നോക്കാറില്ല. ഓട്ടം തന്നെ ഓട്ടം. പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്. അപ്പം അതായത് നമ്മൾ അഹങ്കാരം കാണിച്ചിട്ട് ഒന്നും നേടാനില്ല. എനിക്കൊരു അഹങ്കാരം ഇല്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. പിന്നെ സംസാരത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. നമ്മളിപ്പം ജീവിതം എന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പം നമ്മൾ ഒരുപോലെ ആവണമെന്നില്ല. ബിഗ് ബോസ് ഇറങ്ങി ബിഗ് ബോസ് സെലിബ്രേറ്റ് ആയി. ഒരു ദിവസം നിന്നാൽ അത് സെലിബ്രേറ്റ് തന്നെ ബിഗ് ബോസ് താരം തന്നെയാണ്. അപ്പം എന്തായാലും അത് എനിക്ക് ഒത്തിരി താങ്ക്സ് ബിഗ് ബോസിനോട്. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് സംസാരത്തിലൊക്കെ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ അത് ഒരു അഹങ്കാരത്തിന്റെ പരിവേഷം കൊടുക്കുവാണെങ്കിൽ അത് കൊടുത്തോട്ടെ, നെവർ മൈൻഡ്. അപ്പോൾ അത് എനിക്ക് 33 വയസ്സ് തികഞ്ഞു. 34 ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെതായിട്ടുള്ള പക്വത വേണമല്ലോ. ഒരുപാട് ആൾക്കാർ പറയുന്നത് വെറും 34 വയസ്സായിട്ടുള്ളൂ. വെറും 34 ഒരു ഏജ് അല്ലേ? പക്ഷെ എന്നോട് എല്ലാവരും മിക്കവരും പറഞ്ഞാൽ എനിക്ക് 45 ഉണ്ട്. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് 50 ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നെ 50 വയസ്സുള്ളവർ ചിലപ്പോൾ ചേച്ചി എന്നാണ് വിളിക്കാറ്. കാരണം സുധിച്ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് കറക്റ്റ് 34 വയസ്സിലോട്ട് ഞാൻ കയറി സെപ്റ്റംബർ 7. അതായത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത് സെപ്റ്റംബർ 6 സെപ്റ്റംബർ 7 എൻ്റെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു. സെപ്റ്റംബർ 7 ഞങ്ങളുടെ ബർത്ത്ഡേ. 34 വയസ്സിലോട്ട് കയറി. ഈ ദിവസങ്ങളിലല്ല ഇപ്പോൾ ഒരുപാട് വർക്കുകൾ വരുന്നു. ഒറ്റപ്പെട്ടാണ് യാത്രകൾ ചെയ്യുന്നത്. ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ട്. കൂട്ട് നല്ലതല്ല. നമുക്ക് സംസാരിക്കാനും നമ്മളുടെ അടുത്ത് സംസാരിക്കാനല്ല, നമ്മൾ പറയുന്നത് കേൾക്കാനും അതൊക്കെ ലൈഫിലുള്ളത് ഏറ്റവും നല്ലതാണ്. മനോഹരമായ നിമിഷങ്ങളാണ്. അപ്പം തോന്നാറുണ്ടോയെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തോന്നുന്നു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരാളിനി ഒരിക്കലും പകരമാകാൻ പറ്റില്ല. എങ്കിൽ പോലും ഇവിടെ നോക്കാം. എന്തോ ഒന്നുമില്ല. സന്തോഷ വാർത്തയാണോ അതോ എല്ലാരും കൂടെ കൊല്ലുവാണോ ഒന്നും അറിയില്ല. എന്തായാലും ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോവാണ്. സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ്. നമുക്ക് നോക്കാം, വഴി വെച്ച് കാണാം എന്താ സംഭവിക്കാന്നും. മറ്റൊരു കാര്യം, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്ന രേണുവിന്റെ പല്ലിന്റെ ഇതാണ്. അതിനെ കുറിച്ചൊന്നും പറയാമോ? നൊവോ കെയറുകാരാണ്. ഞാനിങ്ങനെ പല്ലിന്റെ കാര്യം നോക്കിയപ്പോഴത്തേന് കരിഷ്മയായിട്ടാണ് തോന്നുന്നു കോണ്ടാക്ട് ചെയ്തവര്. അവള് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എന്തായാലും പല്ലിന്റെ കുറേ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് നല്ല റെസ്റ്റ് വേണം. ഇപ്പം 1 വീക്കൊക്കെ റെസ്റ്റ് എടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് എൻ്റെ പല്ലിനുള്ളത്. കാരണം കാൽസ്യം ആഫ്റ്റർ ഡെലിവറി കാൽസ്യം പോയിട്ട് പല്ലൊക്കെ ഒടിഞ്ഞു പോയായിരുന്നു കുറേ പ്രശ്നം. അപ്പം അതൊക്കെയാണ് ഗ്യാപ്പ് കാണുന്നത്. അപ്പം ഒരു കുറച്ച് നാളെടുക്കും. എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വരും. ഇപ്പം അവർ ചെക്ക് ചെയ്തതേ ഉള്ളൂ ഡോക്ടേഴ്സ്. നല്ല ഫ്രണ്ട്ലിയാണ് അവരെന്നെ വിളിച്ച് തിരക്കാറുണ്ട്. രേണു എപ്പോഴാണ് വരിക, അപ്പം അവരെ വിളിച്ച് തിരക്കാറുണ്ട്. നല്ല ഇതാണ് നമുക്ക്. അല്ലെങ്കിൽ ഞാൻ വരവുണ്ടല്ലോ. നേരിട്ട് അറിയത്തില്ല, ക്യാമറയിലൊക്കെയാണ് പ്രശ്നം. അതുപോലെ തന്നെ അലിൻ ജോസ് പെരേരയായിട്ടൊരു കോളിന്റെ ഒരു വിഷ്വൽ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതെന്താ സത്യാവസ്ഥ? ഞാൻ എല്ലാവർക്കും അറിയാം, ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടാവാണ്. ബിഗ് ബോസിന് മുന്നുള്ള രേണുസുതി ഒരുപാട് ഉറക്കളച്ച് ഓടി നടന്നാലും പേയ്മെന്റ് ഇച്ചിരി കുറച്ച്, അതായത് എനിക്ക് വണ്ടിക്കൂലിയും കഴിഞ്ഞിട്ട് കിട്ടണ വീട്ടിൽ കൊടുക്കാൻ കുറച്ച് അറിയാലോ നിങ്ങൾക്ക്. പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു 5, 4, 3 രൂപയ്ക്കൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതിൽ കുറച്ച് പൈസ കൂടുതൽ മേടിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. അത് അലിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അലിന് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി. ഞാനിപ്പോൾ സംസാരിച്ചു. അപ്പം എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഏജ് കൂടുതലാണ് ചേച്ചി,
ചേച്ചി ഞാൻ ഇനി പ്രായം കുറഞ്ഞവരോട് അഭിനയിക്കത്തുള്ളൂ, പിന്നെ ചേച്ചി ഞാൻ എന്താണ് ബിഗ് ബോസിൽ ചേച്ചി ഒന്നും ആയിട്ടില്ലല്ലോ, ചേച്ചി ടോപ്പ് 5 വന്നിട്ടില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്താണ് പിന്നീട് അലിൻ അത് പുറത്തു വിട്ടത്. അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, മാന്യമായിട്ടുള്ള ചെറിയ പൈസയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കോടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അതിനെ തുടർന്ന് കുറേ ആൻ്റണിമാരും അവരുമാരും തന്നെ കുഞ്ചു ആൻ്റണി, എനിക്കറിയില്ല, സജിന ചേച്ചി പറയുന്നതാണ്, അപ്പം അവരൊക്കെ ഇങ്ങനെ വ്ളോഗ് ഇട്ട് അവരൊന്നും എനിക്ക് കൊണ്ടൊന്നും തരുന്നില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പിള്ളേരെ നോക്കണമെങ്കിൽ എനിക്ക് ചെറിയ വരുമാനം വേണം. അത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അലിനോട് എനിക്കൊരു പ്രശ്നമില്ല, ആരോടും എനിക്കൊരു പ്രശ്നമില്ല. അലിൻ അത് കാണിച്ചത് അതിൽ ഒരു പേഴ്സണൽ വോയിസ് പുറത്തു വിടുക എന്ന് വെച്ചാൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. കുഴപ്പമില്ല, നമ്മൾ അലിൻ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. അലിനൊരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളത്, അതാണ് സജിന ചേച്ചിയുടെ വ്ളോഗിൽ അത് ആ വോയിസും അവർ പുറത്ത് വന്നത്. അതായത് ഇത് എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്നറിയണോ, അല്ലെങ്കിൽ എല്ലാവരും ഓർക്കും ഞാൻ ലക്ഷങ്ങൾ ചോദിച്ചു കോടികൾ ചോദിച്ചെന്നൊക്കെ ഓർക്കും. അങ്ങനെയൊന്നും അല്ല സത്യം. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണ് ഇപ്പോഴും എന്താണ് വരുമാനം മേടിക്കുന്നത്, ഞാൻ എന്താണ് വീട്ടിലെല്ലാം കൊടുക്കുന്നു, എനിക്ക് എന്താണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും ഞാൻ എല്ലാവരുടെ അടുത്തും ഓപ്പണായിട്ട് പറയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാനങ്ങനെ കോടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ലക്ഷങ്ങളും പറഞ്ഞിട്ടില്ല. എനിക്ക് മാന്യമായിട്ടൊരു തുക തരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അഭിനയിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതാ അനീഷ് കണ്ണടച്ച് കിടക്കുന്നത് കണ്ടോ? ഇയാളുമായിട്ട് പറഞ്ഞത് നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. പിന്നെ റെഡി സെറ്റ്. ഓക്കെ സോറി. ഓക്കെ.